നമ്മൾ എന്ത് വിഭവം കഴിച്ചാലും നമ്മൾ പറയുന്ന ഒരു വിഭവത്തിൻ്റെ പേരുണ്ട്. ഏതാണ് ആ വിഭവം എന്നുള്ളതാണ് ചോദ്യം. ഇപ്പോൾ നമ്മൾ പായസം കുടിച്ച് എന്തുകൊണ്ട് പായസം രസമുണ്ടോ? അടിപൊളി രസമുണ്ടായിരുന്നു. സദ്യ കേമായി. പിന്നെ അതിലെ സാമ്പാർ അടിപൊളി രസമായിരുന്നു കേട്ടോ. എന്താ സാമ്പാർ അടിപൊളി. അതുപോലെ തന്നെ അതിൻ്റെ ഈ കൂട്ടുകറി ഉണ്ടല്ലോ, കൂട്ടുകറിക്ക് എന്ത് രസമാണ്. മൊത്തത്തിൽ സദ്യ എല്ലാ വിഭവങ്ങളും നല്ല രസമുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ 1-2 തവണ കൂടുതൽ വാങ്ങിക്കഴിച്ചു. പ്രഥമൻ്റെ കാര്യം പറയാനില്ല, നല്ല അടിപൊളി രസമായിരുന്നു. അതുകൊണ്ട് ഞാൻ 3 ഗ്ലാസ് പ്രഥമൻ കഴിച്ചു എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലേ. അതായത് നമ്മൾ ഏതൊരു ഭക്ഷണം കഴിച്ചാലും നമ്മൾ പറയുന്ന മറ്റൊരു വിഭവത്തിൻ്റെ പേരെന്താണ്? ഉത്തരം രസം എന്ന് പറയുന്ന വിഭവമാണ്. നമ്മൾ ഈ ഭക്ഷണം കഴിച്ചിട്ട് ഏതാണ്ട് പാതിക്കെത്തുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു വിഭവമാണ് ഈ മോരും പിന്നെ അതുപോലത്തെ രസമൊക്കെ കുറച്ച് അല്ലേ, തക്കാളിയൊക്കെ ഇട്ട് കായൊക്കെ ചേർത്തിട്ടുള്ള രസം അല്ലേ. എന്ത് കഴിച്ചാൽ നമ്മൾ രസമുണ്ട് എന്ന് പറയും. രസമില്ലെങ്കിലും രസമുണ്ട് എന്ന് പറയുന്ന ഈ രസം എന്ന് പറയുന്ന വിഭവത്തിൻ്റെ പേരാണ്. ഓക്കെ, നടുവിൽ വായുള്ളത് ആർക്കാണ് എന്ന ചോദ്യം. നടുവിൽ വായുള്ളത് ആർക്കാണ്? ഉത്തരം മറ്റൊന്നല്ല, തവളക്കാണ്. തവള എന്നുള്ള പേര് നമ്മൾ പറയുമ്പോൾ തന്നെ അതിൻ്റെ വായ എവിടെയാണ്? തവള. നടുവിലാണ് തവളയുടെ വായുള്ളത്. നടുവിൽ വായുള്ളത് ആർക്കാണ്? ഉത്തരം തവളക്കാണ്. തവള എന്ന് എഴുതുമ്പോൾ വ ഈ തായുടെയും ലായുടെയും നടുവിലാണ്. വ നടുവിലുള്ള ജീവി ആര്? ഉത്തരം തവള. ഓക്കെ, ഒട്ടുമിക്ക ജീവജാലങ്ങളുടെയും ശരീരത്തിലുള്ളത് ഒട്ടുമിക്ക വാഹനങ്ങളിലും ഉണ്ട്. എന്താണ്? അതായത് മനുഷ്യർ അതുപോലെ തന്നെ മറ്റ് മൃഗങ്ങൾ ഒക്കെ ആയിക്കഴിഞ്ഞാലും ഒട്ടുമിക്ക ജീവജാലങ്ങളുടെയും ശരീരത്തിലുള്ളത് ഒട്ടുമിക്ക വാഹനങ്ങളിലുണ്ട്. എന്താണ് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. ഉത്തരം ലിവർ എന്ന് പറഞ്ഞാൽ കരൾ അല്ലേ. അപ്പം അങ്ങനെ ഈ ലിവർ എന്ന് പറയുന്നത് ഒട്ടുമിക്ക ജീവജാലങ്ങൾക്കുള്ളതാണ്. ഈ ലിവർ എന്ന് പറയുന്നത് ഒട്ടുമിക്ക വാഹനങ്ങൾക്കുള്ളതാണ്. അതായത് ഒട്ടുമിക്ക ജീവജാലങ്ങൾക്കും ഒട്ടുമിക്ക വാഹനങ്ങൾക്കുള്ളത് എന്താണ്? ഉത്തരം ലിവറാണ്. ലിവർ. ഓക്കെ, അതായത് വെളുത്ത വീട്ടിൽ താമസിക്കുന്നത് ആര് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. വെളുത്ത വീട്ടിൽ താമസിക്കുന്ന ഒരാളുണ്ട്. ആരാന്നറിയോ? ഉത്തരം അമേരിക്കൻ പ്രസിഡൻ്റാണ്. കാരണം അവർ താമസിക്കുന്നത് വൈറ്റ് ഹൗസിലാണ്. വൈറ്റ് ഹൗസ്. അങ്ങനെ ലോകത്തൊരു വെള്ള വീടുള്ളത് അമേരിക്കയിലാണ്. അതായത് വെളുത്ത വീട്ടിൽ താമസിക്കുന്നത് ആര്? ഉത്തരം അമേരിക്കൻ പ്രസിഡൻ്റാണ്. വൈറ്റ് ഹൗസിൽ താമസിക്കുന്നു. വൈറ്റ് ഹൗസ്, വെളുത്ത വീട്. ഓക്കെ, പാട്ടുകാർക്ക് ഇഷ്ടമില്ലാത്ത ലോഹം ഏത് എന്നാണ് ചോദ്യം. പാട്ടുകാർക്ക് ഇഷ്ടമല്ലാത്ത ലോഹം ഏതെന്നാണ്? ഉത്തരം വെള്ളിയാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് വെള്ളി ഇഷ്ടമല്ലാത്തതെന്ന് പലരും ചോദിക്കും. ഈ പാട്ടും ഗംഗ അതായത് ഈ പാടുന്ന സമയത്ത് തൊണ്ടയിലൂടെ അപശബ്ദം വരുന്നതിനാണ് നമ്മൾ വെള്ളി വരിക എന്ന് പറയും പാട്ടുകാർക്ക് അല്ലേ. അപ്പോൾ പാട്ടുകാർക്ക് ഇഷ്ടപ്പെടാത്ത ലോഹം ഏത്? ഉത്തരം വെള്ളിയാണ്. അത് പാട്ടുമായിട്ട് ബന്ധപ്പെട്ടാണല്ലേ, അണിയാൻ വേണ്ടിയിട്ട് അവർക്ക് ഒരു ഇഷ്ടക്കേടുമില്ല. ഓക്കെ, അപ്പം അതാണ് പാട്ടുകാർക്ക് ഇഷ്ടമല്ലാത്ത ലോഹം വെള്ളി. പാടുമ്പോൾ വെള്ളി വരാതിരിക്കാൻ ശ്രമിക്കുക.